നമ്മൾ പല കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴേക്കും ചിലപ്പം ഇത് മുന്നേ ചെയ്താൽ എത്രത്തോളം ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ് വരാം. അങ്ങനെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ആക്ച്വലി ഞാൻ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുന്നു നമ്മളിതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ വരുന്നവരാണ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റ് പഠിച്ചവരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ വിടുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു കോഴ്സ് പഠിക്കുന്ന അവസാനത്തെ ടൈമിലായിരിക്കും മോക്ക് ഇന്റർവ്യൂ സെഷൻസ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഞാനൊരു ചേഞ്ച് വരുത്തി. ഈ മോക്ക് ഇന്റർവ്യൂ സെഷൻ ഒറ്റ വട്ടം കിട്ടിക്കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. അതിന് കൂടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. അതാണ് അവിടെ നടക്കുന്ന ഒരു റിയാലിറ്റി. അപ്പം ഇതിൽ ഞാൻ ചേഞ്ച് ചെയ്ത കാര്യം എന്താ വെച്ചാൽ, എല്ലാ വീക്കിലും കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ടാകും. എല്ലാ മൊഡ്യൂൾസ് കഴിയുന്ന 2 മൊഡ്യൂൾസ് കഴിയുമ്പോഴും ഇവർക്ക് മോക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഈ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളും അവരെ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യണം. ഈ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. അതേ കൂടെ തന്നെ ഈ ഓരോ മൊഡ്യൂളല്ല 2 മൊഡ്യൂൾ കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ മോക്ക് ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സ്റ്റുഡൻസിന് എത്രത്തോളം കോൺഫിഡൻറ്റ് അവർ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യും, ഏറ്റവും അടിപൊളിയായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി അവരെന്ത് ചെയ്യുക, ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻസ്, അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ടോപ്പായിട്ട് തന്നെ അവർ നടത്തുള്ളൂ. അപ്പം ഇതൊന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഈ ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അത് ഈ മോക്ക് ഇന്റർവ്യൂ നടത്തപ്പോൾ തന്നെ സ്റ്റുഡൻസിന്റെ പല മിസ്റ്റേക്കുകളും എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അടുത്ത മൊഡ്യൂളിലേക്ക് ഞാൻ കയറൂല തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതത്രയും നമ്മൾ സീരിയസ്നെസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും അതായത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യം എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല കാര്യങ്ങളും വെച്ചത് ഒറ്റ മൂക്ക് ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഒന്നും ഇല്ല ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ നിങ്ങളതിന് ശ്രദ്ധിക്കുക, നിങ്ങളെ പൈസ കൊടുക്കുന്നത് അതിൻ്റെ വാല്യൂ നിങ്ങൾ കണക്കാക്കുക, നല്ല ഇൻഡസ്ട്രി നോക്കുക, നല്ല അക്കാദമി നോക്കിയിട്ട് അവിടെ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ.